നമസ്കാരം. ഇന്ത്യ മുൻകരുതലുകൾ ശക്തമാക്കുകയാണ്. ശത്രുവിന്റെ ഉറക്കം കെടുത്തുന്ന തരത്തിൽ ഏത് ഇരുമ്പുകോട്ടയും ഭേദിക്കാൻ കഴിയുന്ന ശേഷിയോടെ ഇന്ത്യ അവതരിപ്പിക്കുന്ന പുതിയ മുന്നണി പോരാളികളാണ് ഭൈരവ് ബറ്റാലിയൻ. യുദ്ധഭൂമിയിലെ തീരുമാനങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ എടുക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ പതിവ് സൈനിക വിന്യാസങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു നിൽക്കുന്ന ഒരാശയമാണ് ഈ യൂണിറ്റ്. ഇന്നത്തെ യുദ്ധങ്ങൾ മുൻകാലത്തെ പോലെ സൈനിക നിരകളും വലിയ നീക്കങ്ങളും മാത്രമല്ല, ഹൈബ്രിഡ് യുദ്ധരീതികൾ, ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണം, സൈബർ ഇടപെടലുകൾ, പെട്ടെന്നുള്ള അതിർത്തി സംഘർഷങ്ങൾ എല്ലാം ചേർന്നതാണ് സമകാലിക യുദ്ധാവസ്ഥ. ഈ മാറ്റം മനസ്സിലാക്കിയ ഇന്ത്യൻ സൈന്യം വേഗതയും സ്വതന്ത്ര തീരുമാനശേഷിയും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയൊരു മിഡിൽ ലെയർ പോരാട്ട ശക്തിയെ രംഗത്തിറക്കിയിരിക്കുകയാണ്. അതാണ് ഭൈരവ് ബറ്റാലിയൻ. സാധാരണ ഇൻഫൻട്രി യൂണിറ്റുകളും അത്യധികം പ്രത്യേകതയുള്ള സ്പെഷ്യൽ ഫോഴ്സുകളും തമ്മിലുള്ള പ്രവർത്തന വിടവ് നികത്തുന്നതാണ് ഭൈരവിന്റെ പ്രധാന ലക്ഷ്യം. ചെറിയ ദൗത്യങ്ങൾക്കായി എല്ലായ്പ്പോഴും സ്പെഷ്യൽ ഫോഴ്സുകളെ വിന്യസിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനും അതേസമയം സാധാരണ സേനയ്ക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ദൗത്യങ്ങൾ അതിവേഗം നിർവഹിക്കാനും ഈ യൂണിറ്റിന് കഴിയും. ഭൈരവ് ബറ്റാലിയൻ എന്നത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ശക്തിയിൽ വമ്പൻ യൂണിറ്റുകളാണ്. ഏകദേശം 250 സൈനികർ അടങ്ങിയ ഈ ബറ്റാലിയനുകൾ ഏറെ ചടുലതയും ചലനശേഷിയും പുലർത്തുന്നു. സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനും കർശന നിർദ്ദേശങ്ങൾ കാത്തു നിൽക്കാതെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാനും ഇവർക്ക് കഴിയും. ഇത് യുദ്ധഭൂമിയിലെ വിലയേറിയ സമയം ലാഭിക്കുകയും ശത്രുവിനെ അപ്രതീക്ഷിതമായി ആക്രമിക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭൈരവ് ബറ്റാലിയന്റെ ദൗത്യങ്ങൾ വളരെയധികം വ്യക്തമാണ്. നിരീക്ഷണം ലക്ഷ്യമിട്ട റെയ്ഡുകൾ, അതിർത്തി മേഖലയിലെ അടിയന്തര ഇടപെടലുകൾ, ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയൽ, ഉയർന്ന തീവ്രതയുള്ള ചെറു ആക്രമണങ്ങൾ, ഇവയെല്ലാം ഭൈരവിന്റെ ഉത്തരവാദിത്ത പരിധിയിൽപ്പെടുന്നു. ആവശ്യമെങ്കിൽ ചെറു സംഘങ്ങളായി അപകട സാധ്യതയുള്ള മേഖലകളിൽ പ്രവേശിച്ച് ദൗത്യം പൂർത്തിയാക്കി സുരക്ഷിതമായി മടങ്ങി വരാനും ഇവർക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. പരിശീലനത്തിന്റെ കാര്യത്തിൽ ഭൈരവ് ബറ്റാലിയൻ സാധാരണ സേനയിൽ നിന്ന് ഏറെ മുന്നിലാണ്. മലനിരകൾ, കാടുകൾ, മരുഭൂമികൾ, നഗരപ്രദേശങ്ങൾ, ഏത് ഭൂപ്രദേശത്തും ഒരേ കാര്യക്ഷമതയോടെ പോരാടാൻ കഴിയുന്ന തരത്തിലാണ് പരിശീലനം. പകൽ മാത്രമല്ല, രാത്രി സമയത്തും ആക്രമണം നടത്താനുള്ള ഒരു പ്രത്യേക പരിശീലനവും ഇവർക്ക് നൽകുന്നു. അതിർത്തി മേഖലകളിലെ പ്രതികൂല കാലാവസ്ഥയും ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ നേരിടാൻ ഇവരെ സജ്ജരാക്കുന്നു. ആധുനിക അസോൾട്ട് റൈഫിളുകൾ, നൈറ്റ് വിഷൻ സംവിധാനങ്ങൾ, അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, എൻക്രിപ്റ്റഡ് ഡാറ്റ ഷെയറിംഗ് സംവിധാനങ്ങൾ എല്ലാം ഈ യൂണിറ്റിന്റെ ഭാഗമാണ്. ഡ്രോൺ അധിഷ്ഠിത നിരീക്ഷണവും ഇന്റലിജൻസ് ശേഖരണവും ഭൈരവിന്റെ പ്രധാന ആയുധങ്ങളിലൊന്നാണ്. യുദ്ധഭൂമിയിലെ ഓരോ നീക്കവും തത്സമയം വിലയിരുത്തി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവയുടെ പ്രവർത്തനം. ഭൈരവ് ബറ്റാലിയനെ വിന്യസിക്കുന്നത് സാധാരണയായി അതിർത്തി മേഖലകൾക്കും സെൻസിറ്റീവ് ഓപ്പറേഷൻ സോണുകൾക്കും സമീപത്തായിരിക്കും. അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ ഇടപെടലുകൾ നടത്തുന്ന ഇന്ത്യയുടെ മുൻനിര പോരാളികളായി ഇവർ മാറുന്നു. പാകിസ്ഥാനുമായുള്ള പടിഞ്ഞാറൻ അതിർത്തിയിലും ചൈനയുമായി ബന്ധപ്പെട്ട ഹിമാലയൻ മേഖലയിലും ഇത്തരം യൂണിറ്റുകളുടെ സാന്നിധ്യം ഇന്ത്യയുടെ തന്ത്രപരമായ ശക്തിയായി വർദ്ധിപ്പിക്കുന്നു. പരമ്പരാഗത ഇൻഫൻട്രി സേന വലിയ എണ്ണം, സ്ഥിരമായ വിന്യാസം, നിയന്ത്രിത തീരുമാനശേഷി എന്നിവയാൽ പ്രവർത്തിക്കുമ്പോൾ സ്പെഷ്യൽ ഫോഴ്സുകൾ അത്യന്തം രഹസ്യവും പ്രത്യേകവുമായ ദൗത്യങ്ങൾക്കായി മാത്രം വിന്യസിക്കപ്പെടുന്നു. ഈ രണ്ടിനും ഇടയിൽ വേഗതയും ശക്തിയും ഒരുമിപ്പിച്ചിട്ടുള്ള ഒരു പോരാട്ട ശേഷിയാണ് ഭൈരവ് ബറ്റാലിയൻ. അതിനാൽ തന്നെ ഇത് ഇന്ത്യൻ സൈന്യത്തിന്റെ യുദ്ധഘടനയിൽ ഒരു നിർണായക മാറ്റമായി വിലയിരുത്തപ്പെടുന്നു. 2026 റിപ്പബ്ലിക് ദിനത്തിലാണ് ഭൈരവ് ബറ്റാലിയൻ ആദ്യമായി ഔദ്യോഗികമായി അവതരിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയുടെ പ്രതിരോധ നയത്തിൽ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. കാലത്തിനനുസരിച്ച് പരിണമിക്കാൻ കഴിയുന്ന, ആവശ്യമെങ്കിൽ തന്ത്രം മാറ്റാൻ കഴിയുന്ന, സമകാലിക യുദ്ധ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം മാറ്റാൻ കഴിയുന്ന പോരാട്ട യൂണിറ്റുകളാണ് ഭൈരവ്. ഭൈരവ് ബറ്റാലിയൻ ഇന്ത്യയുടെ സൈനിക ചിന്താഗതിയിലെ വലിയൊരു മാറ്റത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു. എണ്ണം മാത്രമല്ല, കഴിവും വേഗതയും സാങ്കേതിക മികവുമാണ് ഇനി യുദ്ധഭൂമിയിൽ നിർണായകമെന്ന സന്ദേശമാണ് ഈ യൂണിറ്റ് നൽകുന്നത്. ശത്രുവിന് മുന്നറിയിപ്പില്ലാതെ എത്തുന്ന, ശക്തമായി പ്രഹരിക്കുന്ന, ലക്ഷ്യം പൂർത്തിയാക്കി അപ്രത്യക്ഷമാകുന്ന ഒരു പുതിയ ഇന്ത്യയുടെ സൈനിക മുഖമാണ് ഭൈരവ് ബറ്റാലിയൻ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.